നമസ്കാരം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല നിലവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സംഭവിക്കുക. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. മുഴുവൻ ക്യാമറ കണ്ണുകളും നിയമത്തേക്കായിരിക്കും. കാരണം അവിടെ ശക്തമായ ഒരു പോരാളി നിയമത്തുണ്ട് എന്നതാണ് LDFനെയും UDFനെയും ഒരുപോലെ കുഴപ്പിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായി നിയമത്ത് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ട് കൃത്യമായ ഓരോ നീക്കങ്ങൾ, കൃത്യമായി ഓരോ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ കളത്തിലേക്ക് ഇറങ്ങുന്നത്. കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നത് 2016 നിയമത്തിലൂടെയാണ്. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ 3949 വോട്ടുകൾക്ക് തോൽപ്പിച്ച് ശിവൻകുട്ടി BJP അക്കൗണ്ട് പൂട്ടിച്ചു. ആ അക്കൗണ്ട് 2026 BJP വീണ്ടും തുറക്കുമെന്ന് പറയുന്നതിന് വേറെയും കാരണമുണ്ട്. അതെന്താണെന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേമം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ ഒരു മണ്ഡലമായിരുന്നു. അന്ന് UDF ക്യാമ്പിന് ശക്തമായ പ്രഹരമാണ് രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചത്. അന്ന് തീരദേശ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് ശശി തരൂർ വിജയിച്ച് MP ആയത്. അല്ലായിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖരായിരുന്നു ഇപ്പോൾ MP ആകേണ്ടിയിരുന്നത്. അന്നു മുതൽ രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഒരു ശ്രദ്ധ നൽകുന്നുണ്ട് എന്നതാണ് വസ്തുത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ചുരുങ്ങിയ സമയം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നിയമത്തുകാരുടെ മനസ്സ് കീഴടക്കിയതിന് ഒരു തെളിവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJPക്കും രാജീവ് ചന്ദ്രശേഖരനും വലിയ രീതിയിലുള്ള സ്വീകരണം ലഭിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിച്ചതും നേമത്ത് നിന്ന് തന്നെയാണ്. അന്ന് നേമത്ത് തൊട്ടടുത്ത എതിരാളിയായ ശശി തരൂരിനേക്കാൾ 22,000 വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് അധികമായി ലഭിച്ചിരുന്നു. ഇനി 2025 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും നേമം BJPക്ക് ഒപ്പമാണ് നിന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമം നിയോജക മണ്ഡലത്തിൽ 25 വാർഡുകളാണ് ഉള്ളത്. ഇതിൽ 17ലും BJPയാണ് ജയിച്ചത്. LDFന് 5 ജയിക്കാനായത്. പക്ഷേ അന്ന് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ തൃക്കണ്ണാപുരവും പുന്നക്കാമുകളും LDF BJPയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. അതെന്തായാലും നേമത്തെ വാർഡുകളിലെ മൊത്തം കണക്കെടുത്താൽ BJPക്ക് CPMനേക്കാൾ 8,000 വോട്ടുകൾ അധികം ലഭിച്ചിരുന്നു. കോൺഗ്രസ് ശബരിനാഥൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് വോട്ടുകൾ പോലും V ശിവൻകുട്ടിക്ക് മറിച്ചു നൽകുന്ന LDF UDF രഹസ്യ ഡീൽ 2021 നടന്നിരുന്നു. എന്നാൽ 2026 കോൺഗ്രസ് അവരുടെ ശക്തനായ സ്ഥാനാർത്ഥിയായ ശബരിനാഥിനെ നിർത്തുന്നതും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. SDPI ജില്ലാ പ്രസിഡന്റ് ലത്തീഫിന്റെ പരസ്യ പ്രസ്താവനയിലാണ് ശിവൻകുട്ടിയുടെ പ്രതീക്ഷ. 2021 SDPIയുടെ വോട്ടുകൾ ശിവൻകുട്ടിക്ക് നൽകുകയായിരുന്നുവെന്ന് ലത്തീഫ് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. SDPI വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ CPM നേതാക്കൾ ആരും തയ്യാറാകാത്തതും ശ്രദ്ധേയമാണ്. മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേന്ദ്രീകരിക്കാൻ SDPIയും മുസ്ലിം ലീഗും എല്ലാ അടവുകളും പയറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം CPMനോ തടയിടാൻ ഒരു സാഹചര്യം കൊണ്ടും ഉണ്ടാകില്ല എന്നത് സുനിശ്ചിതമാണ്. അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം എഴുതി വച്ചതുപോലെ ആണ് എന്ന് എല്ലാ സർവേ ഫലങ്ങളും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. BJPയെ വെറുക്കുന്ന മനോരമ പത്രവും മനോരമ ചാനലും പറയുന്നത് നേമത്ത് BJP തന്നെ അവിടെ കാവിക്കൊടി പാറിക്കുമെന്നതാണ്.